നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസ് അവിടെ അറിയിക്കുന്നതായിരിക്കും. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായി ശ്രമിക്കുക. നമുക്കപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം. ഈ വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക. നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തിക്ക് ഒരു സംരക്ഷണമാണ്. ഈ ഒരു ഊർജമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക. സുഹൃത്തുക്കളെ, ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി കിട്ടിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ വ്യക്തിയുടെ ക്ഷമാപരമായിട്ടുള്ള ചിന്തയാണ്. ക്ഷമയോട് കൂടിയുള്ള മനസ്സാണ്. അത് ഏറ്റവും അധികം നന്നായി തന്നെയാണ് ഈ വ്യക്തി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ക്ഷമയോട് കൂടി മുന്നോട്ട് പോകാൻ ഈ വ്യക്തിക്ക് സാധിക്കുമെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ഈ പ്രണയബന്ധത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ട് പോലും അതിൻ്റെ മുന്നിൽ കീഴ്പ്പെടാതെ അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകാതെ വിജയത്തിന്റെ ചവിട്ടുപടികളിലേക്കാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുവാനും വരാനിരിക്കുന്ന കാര്യങ്ങൾ അത് വളരെ വിശിഷ്ടമായിട്ടുള്ള രീതിയിൽ 2 കൈകൾ നീട്ടി സ്വീകരിക്കാനുമാണ് ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ അതിൻ്റെ ഗൗരവമായി എടുത്തുകൊണ്ടും എന്നാൽ അതുമാത്രം എപ്പോഴും ഓർത്തിരിക്കുക എന്നുള്ളതല്ല, ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ നിന്നും എന്തെങ്കിലും പുതിയതായി പഠിക്കാനുണ്ടോ, ആ ഒരു കാര്യം എന്താണ് ഈ വ്യക്തിയെ പഠിപ്പിക്കുന്നത്, അതിൽ നിന്നും എന്ത് പാഠമാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്, അതാണ് ഈ പേഴ്സൺ എപ്പോഴും ശ്രമിക്കുക. അതിനുശേഷം മാത്രമായിരിക്കും അതിൽ നിന്നും തെറ്റുകൾ മനസ്സിലാക്കി നല്ല പ്രവർത്തികളോടുകൂടി മുന്നേറുന്ന ഒരു ഊർജമായിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് നന്നായി തന്നെ അധ്വാനിക്കുന്ന ഒരു വ്യക്തിയെയാണ്. നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തിക്കൊരു അലങ്കാരമാണ്, സംരക്ഷണമാണ്. പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ എപ്പോഴും പ്രേരണ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വ്യക്തിയുടെ സ്നേഹം. അപ്പോൾ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഈ വ്യക്തി ഈ പ്രണയബന്ധത്തെ സംരക്ഷിക്കുവാനും സംരക്ഷിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനും ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ദൈവികമായിട്ടുള്ള ഒരു ബന്ധമാണ് ഈ ഒരു ബന്ധമെന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ദൈവികമായിട്ടുള്ള ബന്ധമെന്ന് പറയുമ്പോൾ ഈ ഒരു ബന്ധം ദൈവം ചേർത്ത് വെച്ചിട്ടുള്ളതാണ് എന്നുള്ള രീതിയിലാണ് ഈ വ്യക്തി മനസ്സിലാക്കുന്നത്. ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് നിങ്ങൾ 2 പേരും തമ്മിലുള്ള മാനസികപരമായിട്ടുള്ള അടുപ്പം തന്നെയാണ്. ഇവിടെ ഒരു കാരണവശാലും ഈ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും അകന്നു പോകാനാകാത്ത വിധത്തിലാണ് നിങ്ങളുടെ 2 പേരുടെയും ഹൃദയം ചേർത്ത് വെച്ചിരിക്കുന്നത്. ഇത് ഒരു കാരണവശാലും നിങ്ങൾക്ക് പിരിയാൻ സാധിക്കാത്ത വിധത്തിലാണ് ഇത് നിലനിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും മനോഹരമായി കാണുവാൻ കഴിയുന്നത് കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളുമായി വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനോ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല. വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. ഒരു പുതിയ സ്റ്റാർട്ടപ്പ്, പുതിയ തുടക്കമാണ്. അപ്പോൾ പുതിയ തുടക്കം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ധൈര്യപൂർവമായിട്ടുള്ള ഒരു തുടക്കത്തെ തന്നെയാണ് ഈ പേഴ്സൺ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു മാനിഫെസ്റ്റേഷൻ അത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. പലപ്പോഴും ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷന്റെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് തന്നെയാണ് ഈ പ്രണയബന്ധത്തിൽ നിന്നും ഈ വ്യക്തിക്ക് പുറത്തേക്ക് കടക്കാനാകാത്തത്. ഈ വ്യക്തി അത് പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടും ഉണ്ടാകാം. നിങ്ങളെ മറ്റാരും സ്വന്തമാക്കാത്തതും നിങ്ങൾ മറ്റാരുടെയും ജീവിതത്തിലേക്ക് വഴിമാറിപ്പോകാതെയും കാത്തു സൂക്ഷിക്കുന്നത് ഈ വ്യക്തി തന്നെയാണ്. ഈ വ്യക്തിയുടെ പ്രാർത്ഥനകൾ കൊണ്ട് മാത്രമാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, നമുക്കിവിടെ കാണാൻ കഴിയുന്നത്
ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആകർഷണം അത് ഒരിക്കലും മാഞ്ഞു പോവുകയില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ആകർഷണം വളരെയധികം പ്രധാനമായിട്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. ഈ ആകർഷണത്തെ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ സംസാരമോ സ്വഭാവ രീതിയോ നന്മ ചെയ്യുന്ന മനസ്സോ ആയിരിക്കാം. ഒരുപക്ഷെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു സ്വഭാവമായിരിക്കാം നിങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് വന്നു ചേരുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നു. വളരെ മനോഹരമായിട്ടുള്ള ജീവിതം പടുത്തുയർത്തുവാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ചെയ്യുവാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ജീവിതം തുറന്നു വെക്കാൻ ഈ വ്യക്തി വളരെയധികം താല്പര്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ ആ പുതിയ ജീവിതത്തിന് വേണ്ടി പല കാര്യങ്ങളും ഇവിടെ തടസ്സങ്ങളായി നിൽക്കുന്നുണ്ട്. ആ തടസ്സങ്ങളെ മറികടക്കുവാൻ ഈ വ്യക്തി തയ്യാറാണ്. ആദ്യമൊക്കെ തയ്യാറല്ലാത്ത രീതിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. തടസ്സങ്ങൾ എന്തൊക്കെയാണോ അതങ്ങനെ തന്നെ നിലകൊള്ളട്ടെ എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ തന്നെ കൊണ്ട് സാധിക്കുമെന്നും ഈ ഒരു സാഹചര്യത്തെ പരിപൂർണമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നും തരണം ചെയ്യാൻ സാധിക്കുമെന്നുമുള്ള ഒരു ധൈര്യം ഈ വ്യക്തിക്ക് എവിടെ നിന്നോ ലഭിച്ചിട്ടുണ്ട്. അത് പ്രപഞ്ച ശക്തിയിൽ നിന്നാകാം, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന്റെ ഫലമായിട്ടും ആകാം. ഇത് നമുക്ക് വളരെ ഉറപ്പായും കാണുവാൻ കഴിയുന്നു. എന്തു തന്നെ ആയാലും നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വളരെ നന്നായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ചിന്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടെലിപ്പതിക്കൽ കണക്ഷൻ പോലെ വരുന്നുണ്ട്. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് തീർത്തും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ സിമ്പൽ തന്നെയാണ്. പിന്നെ നമുക്ക് ഏറ്റവും നന്നായി പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വഭാവ രീതി ഈ വ്യക്തിക്ക് ഒരിക്കലും മറക്കാനാകില്ല എന്നുള്ളതാണ്. സ്വഭാവ രീതി മറക്കാനാകില്ല എന്ന് പറയുമ്പോൾ ആ സ്വഭാവത്തെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാകാം. ഇത് നിങ്ങൾ കമിതാക്കളാണെങ്കിലും അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധമാണെങ്കിലും എന്താണെങ്കിൽ പോലും ഇവിടെ നിങ്ങളുടെ സ്വഭാവത്തെയോ നിങ്ങളുടെ ജീവിത രീതിയെയോ നിങ്ങളുടെ വിശ്വാസങ്ങളെയോ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഉണ്ടാകാം. പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അനുകൂലിക്കുക തന്നെ ചെയ്യും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു സ്വഭാവം വളരെയധികം ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്പെഷ്യാലിറ്റി യാതൊരു കാരണവശാലും നഷ്ടപ്പെടുത്തുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കേണ്ടതുമില്ല. ഈ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ജീവിച്ചാൽ മതി. നിങ്ങളുടെ ആ ഒരു സത്യസന്ധമായ മനസ്സ് തന്നെയാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം. നിങ്ങൾ നിങ്ങളായി തന്നെ ഇരിക്കുക. നിങ്ങളുടെ ഇല്ലായ്മയും പോരായ്മയും അല്ലെങ്കിൽ എന്തൊക്കെയാണോ അതെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി നിൽക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടായാലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. ഈ വ്യക്തിക്ക് അതൊരു പ്രശ്നമേ അല്ല. നിങ്ങളിലെ നന്മ തിന്മകളെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, സപ്പോർട്ട്, കമൻറ്റ്, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.